എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-26 സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ആൻസർ വി സുനിൽകുമാർ. വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ആൻസർ പി ടി ഉഷ. പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ക്രിസ്റ്റി കവൻട്രി. സിംബാബ്വേയിൽ നിന്നുള്ള മുൻ നീന്തൽ താരം കൂടിയായ ക്രിസ്റ്റി കവൻട്രിയാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയും ആദ്യ വനിതയുമാണ് ക്രിസ്റ്റി കവൻട്രി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ തലപ്പത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ ബഹദൂർ സിംഗ് സാഹു. ബഹാദൂർ സിംഗ് സാഹുവാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത്. മുൻ ഏഷ്യൻ ഗെയിംസ് ഷോട്ട് പുട്ട് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് ബഹദൂർ സിംഗ് സാഹു. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം ഏത്? 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം ഏത്? ആൻസർ വിദർഭ. വിദർഭയാണ് 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയികളായ ടീം. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് വിദർഭയുടെ കിരീട നേട്ടം. വിദർഭയുടെ 3ാം രഞ്ജി കിരീടമാണിത്. 2025 രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി എവിടെയാണ്? 2025 രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി എവിടെയാണ്? ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് 2025 രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി. 2025 ഇന്ത്യയിൽ നടന്ന പ്രഥമ പുരുഷ വനിതാ ഖോ ലോകകപ്പിലെ ചാമ്പ്യന്മാർ ആരായിരുന്നു? 2025 ഇന്ത്യയിൽ നടന്ന പ്രഥമ പുരുഷ വനിതാ ഖോ ലോകകപ്പിലെ ചാമ്പ്യന്മാർ ആരായിരുന്നു? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2025 ഇന്ത്യയിൽ നടന്ന പ്രഥമ പുരുഷ വനിതാ ഖോ ലോകകപ്പിലെ ചാമ്പ്യന്മാർ. പുരുഷ വിഭാഗം ഫൈനലിൽ ഇന്ത്യ നേപ്പാളിനെയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗം ഫൈനലിലും ഇന്ത്യ നേപ്പാളിനെ തന്നെയാണ് പരാജയപ്പെടുത്തിയത്. ജനുവരി 13 മുതൽ 19 വരെയാണ് ഈ ടൂർണമെൻറ്റ് നടന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഗ്ലാസ്ഗോ. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2028 ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2028 ഒളിമ്പിക്സിൻ്റെ വേദി. ആൻസർ ലോസ് ഏഞ്ചലസ്. ലോസ് ഏഞ്ചലസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. 2026 2020 ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? 2026 2020 ലോകകപ്പ് വേദി. ആൻസർ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യയിലും ശ്രീലങ്കയിലും കൂടിയാണ് 2026 2020 ലോകകപ്പ് നടക്കുന്നത്. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ആൻസർ സീൻ നദി. സീൻ നദിയാണ്
2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് ജപ്പാൻ. ജപ്പാനിലെ ഐച്ചി നഗോയയാണ് 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി. ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ആൻസർ ഭുവനേശ്വർ. ഭുവനേശ്വറിലാണ് ആദ്യ ദേശീയ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ആൻസർ ജപ്പാൻ. ജപ്പാനാണ് 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏതായിരുന്നു? 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏതായിരുന്നു? ആൻസർ ഇന്ത്യ. ഇന്ത്യ ആയിരുന്നു 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി. 2025 ലോക ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2025 ലോക ഗെയിംസിന്റെ വേദി എവിടെയാണ്? ആൻസർ ചൈന. ചൈനയിലായിരുന്നു 2025 ലോക ഗെയിംസ് നടന്നത്. 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ആൻസർ രാജ്ഗീർ. ബീഹാറിലെ രാജ്ഗീറാണ് 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണറ്റി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണറ്റി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? ആൻസർ തോമസ് ബാക്ക്. തോമസ് ബാക്കിനെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണറ്റി പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടത്. ജർമ്മനിയിൽ നിന്നുള്ള മുൻ ഫെൻസിംഗ് താരം കൂടിയാണ് തോമസ് ബാക്ക്. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ആൻസർ മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകമാണ് 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി. ആൻസർ കെ ജയശ്രീ. കെ ജയശ്രീയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജൂഡോ റഫറി. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ആൻസർ ജി സഞ്ജു. ജി സഞ്ജുവിനെയാണ് 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 ജനുവരിയിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി നിയമിതനായത് ആരാണ്? 2026 ജനുവരിയിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി നിയമിതനായ വ്യക്തി ആരാണ്? ആൻസർ സ്യോഡ് മരിജ്നെ. സ്യോഡ് മരിജ്നെയാണ് 2026 ജനുവരിയിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി നിയമിതനായത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആരാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് ജാനിക് സിന്നർ. ഇറ്റാലിയൻ താരം ജാനിക് സിന്നറാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത്. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്നർ തൻ്റെ രണ്ടാമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത്. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത ആരാണ്? 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത ആരാണ്? ആൻസർ ഹർഷിത ജയറാം.
ഹർഷിത ജയറാമാണ്. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത. 2005 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? 2005 ഓസ്ട്രേലിയൻ ഓപ്പൺ വിഭാഗം വനിതാ കിരീടം നേടിയത് ആരാണ്? ആൻസർ മാഡിസൺ കീസ്. അമേരിക്കൻ താരമായ മാഡിസൺ കീസ് നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയത്. മാഡിസൺ കീസിൻ്റെ ആദ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടമാണ് ലഭിച്ചത്. 2026 ഫിഫ ലോകകപ്പ് വേദി. 2026 ഫിഫ ലോകകപ്പ് വേദി. ആൻസർ കാനഡ, മെക്സിക്കോ, അമേരിക്ക. കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നീ രാജ്യങ്ങളിലാണ് 2026 ഫിഫ ലോകകപ്പ് വേദി. 2030 ഫിഫ ലോകകപ്പ് വേദി. 2030 ഫിഫ ലോകകപ്പ് വേദി. ആൻസർ മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ ആണ് 2030 ഫിഫ ലോകകപ്പ് വേദി. 2034 ഫിഫ ലോകകപ്പ് വേദി. 2034 ഫിഫ ലോകകപ്പ് വേദി. ആൻസർ സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2034 ഫിഫ ലോകകപ്പ് വേദി. സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ സംസ്ഥാനം. സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. കേരളമാണ് സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ സംസ്ഥാനം. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. ആൻസർ ആർ വൈശാലി. ആർ വൈശാലിയാണ് ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായവർ. 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹരായവർ. ആൻസർ അർമാൻഡോ കൊളാക്കോ, ഫുട്ബോൾ. എസ് മുരളീധരൻ, ബാഡ്മിൻ്റൺ. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ ആരാണ്? ആൻസർ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ജേതാക്കൾ. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ജേതാക്കൾ. ആൻസർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ജേതാക്കൾ. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഫെബ്രുവരി 17 ചെന്നൈയിലെ ഏത് സ്റ്റേഡിയത്തിലാണ് ആരംഭിച്ചത്? 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഫെബ്രുവരി 17 ചെന്നൈയിലെ ഏത് സ്റ്റേഡിയത്തിലാണ് ആരംഭിച്ചത്? ആൻസർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ചെന്നൈ. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ആരാണ്? ലയണൽ മെസ്സി. ലയണൽ മെസ്സിക്കാണ് 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം. 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. ആൻസർ ചൈന. ചൈനയിലെ ഹർബിലാണ് 2025 ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. ഹാഫ് മാരത്തോണിൽ ലോക റെക്കോർഡ് തകർത്ത ജേക്കബ് ക്ലിപ്പിമോ ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഉഗാണ്ട. ജോസഫ് ക്ലിപ്പിമോ ഉഗാണ്ട രാജ്യക്കാരനാണ്. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. ആൻസർ ഗുജറാത്ത്. ഗുജറാത്താണ്
74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാവുന്നത്? 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാവുന്നത്? ആൻസർ ഇന്ത്യ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ? ആൻസർ ജസ്പ്രീത് ബുംറ. ജസ്പ്രീത് ബുംറയാണ് ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 11,000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ രോഹിത് ശർമ്മ. 2024 ICC പുരുഷ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കിരീടം നേടിയത് ആരാണ്? 2024 ICC പുരുഷ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കിരീടം നേടിയത് ആരാണ്? ആൻസർ അർഷ്ദീപ് സിംഗ്. അർഷ്ദീപ് സിംഗ് ആണ് 2024 ICC പുരുഷ T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി കിരീടം നേടിയത് ആരാണ്? ആൻസർ സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് 2024 ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി കിരീടം നേടിയ ക്രിക്കറ്റ് താരം. 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ആൻസർ വൈഷ്ണവി ശർമ്മ. വൈഷ്ണവി ശർമ്മയാണ് 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യക്കാരി. 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ. 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ. ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2025 അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം. ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. ഇന്ത്യയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണിത്. 2025 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാൻ. ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ദുബായ്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 2025 ICC അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് നേടിയ ടീം ഏതാണ്? ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 2025 ICC അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് നേടിയ ടീം. ഏകദിനത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ അസറുദ്ദീൻ റെക്കോർഡ് ആരാണ് മറികടന്നത്? ഏകദിനത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ അസറുദ്ദീൻ്റെ റെക്കോർഡ് ആരാണ് മറികടന്നത്? ആൻസർ വിരാട് കോഹ്ലി. തുടർച്ചയായി T20 മത്സരങ്ങൾ ജയിക്കുന്ന ആദ്യ ക്രിക്കറ്റ് കളിക്കാരനായി ചരിത്രം രചിച്ചത് ആരാണ്? തുടർച്ചയായി 30 T20 മത്സരങ്ങൾ ജയിക്കുന്ന ആദ്യ ക്രിക്കറ്റ് കളിക്കാരനായി ചരിത്രം രചിച്ചത് ആരാണ്? ആൻസർ ശിവം ദുബെ. 2022-25 കാലയളവിലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്? ആൻസർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2022-25 കാലയളവിലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ഓസ്ട്രേലിയൻ താരം? അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ഓസ്ട്രേലിയൻ താരം? ആൻസർ സ്റ്റീവ് സ്മിത്ത്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ആൻസർ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വിജയികൾ. ആൻസർ സർവീസസ്. സർവീസസ് ആണ് 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വിജയി.
68 സ്വർണവും 26 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 121 മെഡലുകളായാണ് 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ഒന്നാമതെത്തിയത്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആൻസർ സജൻ പ്രകാശ്. സജൻ പ്രകാശാണ് 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത്. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ കേരളത്തിൻ്റെ താരം ആൻസർ സജൻ പ്രകാശ്. സജൻ പ്രകാശാണ് 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ കേരളത്തിൻ്റെ താരം. 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് ആൻസർ PS സുഫ്ന ജാസ്മിൻ. PS സുഫ്ന ജാസ്മിനാണ് 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത്. അടുത്തിടെ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം. അടുത്തിടെ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? ആൻസർ വൃദ്ധിമാൻ സാഹ. 2025 പുരുഷ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഔദ്യോഗിക ഗാനം ആൻസർ ജീതോ ബാസി ഖേൽ കെ. ജീതോ ബാസി ഖേൽ കെ ആണ് 2025 പുരുഷ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഔദ്യോഗിക ഗാനം. 38ാമത് ദേശീയ ഗെയിംസിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഏറ്റവും വേഗതയേറിയ വനിത ആരാണ്? ആൻസർ സുദേഷ്ണ ശിവശങ്കർ. സുദേഷ്ണ ശിവശങ്കറാണ് 38ാമത് ദേശീയ ഗെയിംസിൽ 100 മീറ്റർ ഓട്ടത്തിൽ ഏറ്റവും വേഗതയേറിയ വനിത. 38ാമത് ദേശീയ ഗെയിംസിൽ 100 മീറ്ററിൽ ഏറ്റവും വേഗതയേറിയ പുരുഷൻ ആരാണ്? ആൻസർ മണികണ്ഠ ഹോബ്ലിദർ. മണികണ്ഠ ഹോബ്ലിദറാണ് 38ാമത് ദേശീയ ഗെയിംസിൽ 100 മീറ്ററിൽ ഏറ്റവും വേഗതയേറിയ പുരുഷൻ. പുരുഷന്മാരുടെ 3000 മീറ്റർ ഇൻഡോർ ഓട്ടത്തിൽ 16 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് ആരാണ് തകർത്തത്? ആൻസർ ഗുൽവീർ സിംഗ്. ഗുൽവീർ സിംഗ് ആണ് പുരുഷന്മാരുടെ 3000 മീറ്റർ ഇൻഡോർ ഓട്ടത്തിൽ 16 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തകർത്തത്. ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ 14ാം സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ആൻസർ പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനിയാണ് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ 14ാം സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി. 2024-25 വിദർഭ കേരള രഞ്ജി ട്രോഫി ഫൈനൽ ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? ആൻസർ നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് 24-25 വിദർഭ കേരള രഞ്ജി ട്രോഫി ഫൈനൽ നടന്നത്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് 2025 വിജയികളായ ടീം. ആൻസർ ഇന്ത്യ. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാവുന്നത്? ആൻസർ റിയാദ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? ആൻസർ ബീഹാർ. ബീഹാറാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം. മയാമി ഓപ്പൺ കിരീടം നേടിയത്? ആൻസർ യാക്കൂബ്. ചെക്ക് റിപ്പബ്ലിക് താരമായ യാക്കൂബാണ് മയാമി ഓപ്പൺ കിരീടം നേടിയത്. പോർച്ചുഗലിൽ നടന്ന ലോകത്തിലെ കോണ്ടിനെൻ്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജമ്പ് താരം ആരാണ്? പോർച്ചുഗലിൽ നടന്ന ലോകത്തിലെ കോണ്ടിനെൻ്റൽ മീറ്റിൽ ജേതാവായ മലയാളി ലോങ് ജമ്പ് താരം ആരാണ്? ആൻസർ മുരളി ശ്രീശങ്കർ. 2025 ലോക ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം? ആൻസർ ഋഷഭ് യാദവ്. ഋഷഭ് യാദവിന് അമ്പെയ്ത്തിനാണ് 2025 ലോക ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം. ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത്? ആൻസർ ഹരിയാന. ഹരിയാനയ്ക്കാണ് ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ലഭിച്ചത്.